ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്. ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും. അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പരിഗണനയും ലഭിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പല വിധങ്ങളായ സാഹചര്യങ്ങളാണ്. പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ പരിഗണിക്കപ്പെടേണ്ടതായ ഒരുപാട് ആളുകളുണ്ട്. അതിനിടയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്. ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും. അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, പാർട്ടിയുടെക്കൊപ്പമാണല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിക്കൊപ്പമാണല്ലോ നിൽക്കാൻ സാധിക്കുക. എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിനൊപ്പവും പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുക. അവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക കാരണം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ജഷീർ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, പ്രവർത്തകനാണ്. ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ്. ജഷീറിനെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.